എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിന് നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ജഷ്ടൂറിനെ നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിൻ്റെ നാമം സ്വീകരിക്കും. മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന് പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യവും അന്തവുമാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എനിക്ക് സമനായി ആരുണ്ട്? അവൻ അത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര്? ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നത ശില എൻ്റെ അറിവിലില്ല. വിഗ്രഹം നിർമ്മിക്കുന്നവർ ഒന്നുമല്ല. അവർ സന്തോഷം പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ നിഷ്പ്രയോജനമാണ്. അവരെ സാക്ഷികൾ കാണുന്നില്ല, അറിയുന്നുമില്ല. അതുകൊണ്ട് അവർ ലജ്ജിതരാകും. ഒന്നിനും ഉപകരിക്കാത്ത ദേവനെ മെനയുകയോ വിഗ്രഹം വാർക്കുകയോ ചെയ്യുന്നത് ആരാണ്? അവർ ലജ്ജിതരാകും. വിഗ്രഹ നിർമ്മാതാക്കൾ മനുഷ്യർ മാത്രം. അവർ ഒരുമിച്ച് അണിനിരക്കട്ടെ. അവർ ഭയപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്യും. ഇരുമ്പ് പണിക്കാരൻ തീക്കണയിൽ വെച്ച് പഴിപ്പിച്ച് ചുറ്റികി കടിച്ച് അതിന് രൂപം കൊടുക്കുന്നു. അങ്ങനെ തൻ്റെ കരബലം കൊണ്ട് അത് നിർമ്മിക്കുന്നു. എന്നാൽ വിശപ്പ് കൊണ്ട് അവന് ശക്തി ക്ഷയിക്കുന്നു. ജലപാനം നടത്താതെ അവൻ തളരുകയും ചെയ്യുന്നു. തച്ചൻ തോത് പിടിച്ച് നാരായം കൊണ്ട് അടയാളം ഇടുന്നു. അവൻ തടി ചിമിത്തി മിനുക്കി മട്ടം വെച്ച് വരച്ച് ഭവനത്തിൽ പ്രതിഷ്ഠിക്കാൻ യോഗ്യമായ സുന്ദരമായ ആൾരൂപമുണ്ടാക്കുന്നു. അവൻ ദേവദാരു വെട്ടുന്നു, അല്ലെങ്കിൽ കരുവേലകം സരളവും മരവും തെരഞ്ഞെടുത്ത് വൃക്ഷങ്ങൾക്കിടയിൽ വളരാൻ അനുവദിക്കുന്നു. അവൻ ദേവദാരു നടുകയും മഴ അതിന് പുഷ്ടി നൽകുകയും ചെയ്യുന്നു. പിന്നെ അത് വിറകിനെ എടുക്കും. ഒരു ഭാഗം കത്തിച്ച് തീ കായുന്നതിനും ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. വേറൊരു ഭാഗമെടുത്ത് ദേവനുണ്ടാക്കി ആരാധിക്കുകയും വിഗ്രഹം കൊത്തിയെടുത്ത് അതിനു മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യുന്നു. തടിയുടെ ഒരു ഭാഗം കത്തിച്ച് അതിൽ മാംസം ചുട്ടു തിന്ന് സംതൃപ്തനാകുന്നു. തീ കാഞ്ഞുകൊണ്ട് അവൻ പറയുന്നു, കൊള്ളാം, നല്ല ചൂട്. ജ്വാലകൾ കാണേണ്ടത് തന്നെ. ശേഷിച്ച ഭാഗം കൊണ്ട് അവൻ ദേവനെ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ പ്രണമിച്ച് ആരാധിക്കുന്നു. എന്നെ രക്ഷിക്കണമേ, അവിടുന്നാണല്ലോ എൻ്റെ ദൈവമെന്ന് അവൻ അതിനോട് പ്രാർത്ഥിക്കുന്നു. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല. കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനാവാത്ത വിധം അവരുടെ മനസ്സുകളും അടച്ചിരിക്കുന്നു. തടിയുടെ പകുതി കത്തിച്ചു അതിൽ അപ്പം ചൂടുകയും മാംസം വേവിക്കുകയും ചെയ്ത് ഭക്ഷിച്ച് ശേഷിച്ച ഭാഗം കൊണ്ട് ഞാൻ മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കുകയോ തടികഷ്ണത്തിന് മുമ്പിൽ പ്രണമിക്കുകയോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ
ആരും വിവേകം കാണിക്കുന്നില്ല. അവൻ വെണ്ണീർ ഭുജിക്കുന്നു. അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു. തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലതു കൈയിൽ കപടമില്ല കുടികൊള്ളുന്നതെന്ന് ചിന്തിക്കാൻ അവന് കഴിയുന്നില്ല. യാക്കോബേ, നീ ഇവ ഓർമ്മിക്കുക. ഇസ്രായേലെ ഓർമ്മിക്കുക. നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ചു. നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല. കാർമേഘം നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞ പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആകാശങ്ങളെ സ്തുതി പാടുക. കർത്താവ് അത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പു വിളിക്കുക. പർവ്വതങ്ങളെ, വനവൃക്ഷങ്ങളെ ആർത്തുപാടുക. കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു. ഇസ്രായേലിൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടും. ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ്. ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഒന്നിച്ച്? വ്യാജപ്രവാചകന്മാരുടെ ശകനങ്ങളെ അവിടുന്ന് വ്യർത്ഥമാക്കുകയും പ്രശ്നം വയ്ക്കുന്നവരെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്നു. വിജ്ഞാനികളുടെ വാക്കുകളെ അവിടുന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. അവിടുന്ന് തന്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു. ജെറുസലേമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും യൂദാ നഗരങ്ങളോട് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും നാശത്തിൽ നിന്ന് അവനെ താൻ പുനരുദ്ധരിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു. ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു. സൈറസിനെ ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ. അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കുന്നുവെന്നും ജെറുസലേമിനെ കുറിച്ച് അവൾ പുനരുദ്ധരിക്കപ്പെടുമെന്നും പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു.